അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് തുണിയുണ്ട്, ചാക്കുണ്ട്, കൊട്ടയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാനൊരു ലോണ്ടറി ബാഗ് ഉണ്ടാക്കാനാണ് പോണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലോണ്ടറി ബാഗിൻ്റെ ബേസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തുണിയമ്മ നമുക്ക് ഈ അളവ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് ഫസ്റ്റ് തന്നെ ചോക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അളവെടുക്കാം. അപ്പോൾ ചോക്ക് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അത് കട്ട് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വേണ്ടത് ചാക്കാണ്. നമുക്ക് ചാക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ബേസ് നമുക്ക് കട്ട് ചെയ്ത് വേണം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചാക്കും അതുപോലെ തുണി നമ്മൾ അതുപോലെ തന്നെ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 റൗണ്ട് ഷേപ്പ് ഉണ്ട്, അതായത് 2 തുണിയുടെ 2 ചാക്കിൻ്റെയും. അപ്പോൾ ഒരു തുണിയും ഒരു ചാക്കും തമ്മിൽ റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തുണി ഒരു സൈഡിൽ ചാക്ക് ഒരു സൈഡിലായിട്ട് രണ്ടെണ്ണമായിട്ട് തയ്ച്ചു കൊണ്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അളവെടുക്കണം. ഈ റൗണ്ടിൻ്റെ അളവെടുക്കണം. വേണ്ട, ഇങ്ങനെ പിടിച്ചിട്ട് നോക്കണം. അത് 44 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 44 ഇഞ്ചിന് പകരം 1 ഇഞ്ച് എക്സ്ട്രാ കൂടി നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ തുണിയുടെ അളവെടുക്കാനായിട്ട്. 45 ഇഞ്ച് ഇവിടം വരെയാണ്. അത് കഴിഞ്ഞ് ഈ അളവിൽ തന്നെ നമുക്ക് ഈ ചാക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് 2 ചേർക്ക് വരാം കേട്ടോ. 44 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂട്ടിയത് 45 ഇഞ്ചിൽ ഇതും വെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തുണിയും വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോണ്ടറി ബാഗിൻ്റെ ബോഡിയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാക്കും ഒരു തുണിയും തമ്മിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ക്ലോത്തിന് ലെങ്ത്ത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തില്ല. അത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാക്കിൻ്റെ ഒപ്പം തന്നെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഒരു ചാക്കിന് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ ഇത് ഫുള്ളായിട്ട് അടിക്കുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു റൗണ്ട് ഇങ്ങനത്തെ ഒരു രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായില്ലേ, അതും ഈ സൈഡിൽ ഇങ്ങനെ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാഗിൻ്റെ ഒരു സൈഡ് ഓപ്പൺ അല്ലേ, അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഓപ്പൺ ഇല്ലേ, സൈഡിൽ ഓപ്പൺ, അതാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണേട്ടാ. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഷേപ്പാട്ടോ. അതിൻ്റെ നമ്മൾ വേറൊരു തേര് പോലെ വെച്ച് ക്രോസ് മടക്കിയിട്ടാണ് നമ്മുടെ സൈഡിൽ ഫിറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ ലോണ്ടറി ബാഗിൻ്റെ ഏകദേശം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ലോണ്ടറി ബാഗ് റെഡി ആയിട്ടുണ്ട്. ബാക്ക് സൈഡാണെങ്കിൽ ഇങ്ങനെ, ഫ്രണ്ട് സൈഡിലെ നമ്മുടെ നേരത്തെ കണ്ട പോലെ നമ്മൾ സൈഡിൽ ഇങ്ങനെയൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തേക്ക് ജസ്റ്റ് ഇത്തിരി കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലോണ്ടറി ബാഗിൻ്റെ നമ്മുടെ ഈ സൈഡിൽ നമ്മളൊരു ചെറിയൊരു കമ്പി, അതായത് 44 ഇഞ്ച് ഇതിൽ കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ലോണ്ടറി ബാഗിൻ്റെ ഓപ്പൺ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് റൗണ്ട് കിട്ടുള്ളൂ. അതാണ് ഉദ്ദേശിച്ചേക്കണേ. നമുക്കത് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോണ്ടറി ബാഗിൻ്റെ ഓപ്പൺ സൈഡിൽ ജസ്റ്റ് ഒന്ന് മടക്കി അടയ്ക്കുകയാണ്. അത് നമ്മൾ കമ്പി അതിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ ലോണ്ടറി ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മയാട്ടാ. ഒരു 10 ഇഞ്ച് ലെങ്ത്തിലും പിന്നെ 3 ഇഞ്ച് വിഡ്ത്തിലും ഒരു തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു. ഇപ്പോൾ കാണുന്നതില്ല, ഇതിന് എന്തിട്ട് പേരെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാട്ടാ. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് വലിപ്പത്തിൽ ചെയ്തില്ലേ, ആ തുണിയാണ് ഈ നമ്മുടെ അടപ്പായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ ലോണ്ടറി ബാഗിൻ്റെ ക്യാപ്പും ലോണ്ടറി ബാഗും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ക്യാപ്പ് യോജിപ്പിക്കണം. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുന്നണം. ഈ ഭാഗം നമുക്ക് തുന്നിപ്പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ ലോണ്ടറി ബാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു 2-3 മണിക്കൂറിൻ്റെ പണിയായിരുന്നേ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ ആരും തന്നെ ലോണ്ടറി ബാഗൊന്നും ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ അലക്കാൻ ഡ്രസ്സ് ഇടുന്ന ബാഗൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റോ സർപ്രൈസോ ഒക്കെ കമ്പനിക്ക് ഇനിയായിട്ട് അടിച്ചേക്കണേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.